ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളി നമ്മൾ ചാള അയില അങ്ങനത്തെ എല്ലാ മീനുകളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കാണിക്കുന്നത് കേട്ടോ. തേങ്ങയുടെ അരപ്പൊന്നും ആവശ്യമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. സാധാരണ ഉണ്ടാക്കുന്ന ചെറിയ 1-2 ഡിഫറൻസുകളും മാത്രമേ ഉള്ളൂ, പക്ഷേ സംഭവം സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ അതേ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമുക്ക് ഇതിൽ കടുക് ഇടുന്നില്ല, ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കടുക് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടട്ടെ. ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ചെറിയ ഉള്ളി നിറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി ചതച്ചിട്ടുണ്ട്, പച്ചമുളക് ഒന്ന് വലുതെടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേണ്ടത് നമുക്ക്, അതായത് ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു 3 ടീസ്പൂണ് കുരുമുളകും 1 തക്കാളിയും കൂടി അരച്ചെടുത്തിട്ട്, പിന്നെ അതിൻ്റെ ആ ഒരു മിക്സിയിലുള്ളത് ഒന്ന് കഴുകി എടുത്തിരിക്കുന്നതാണ് ഇത് കേട്ടോ. ഇത്രയും സംഭവം എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി വേണ്ടി വരും. കറിവേപ്പില ഇപ്പോൾ കയ്യിലില്ല. കറിവേപ്പില ഉണ്ടെങ്കിൽ നമുക്ക് സവാളയില്ല, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറിവേപ്പിലോട് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് ഉണ്ടാക്കരുത്, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, മീൻകറിയുടെ ഗുണം തന്നെ പോവും. ചെറുള്ളി ആണെങ്കിൽ ചെറുള്ളി മാത്രം തന്നെ ഇട്ടുണ്ടാക്കുക. അപ്പോൾ പൊട്ടിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ചെറുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഞാൻ ചെറുള്ളി ചേർത്തിട്ടുണ്ട് കണ്ടോ, നല്ല ക്വാണ്ടിറ്റിയിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എനിക്ക് ഇഷ്ടമല്ല, ചിലർ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല മീൻകറിയിൽ വെളുത്തുള്ളി ചേർക്കണം. ചിക്കനിലൊക്കെ ഓക്കെ. ഇത് വഴന്ന് കഴിയുമ്പോൾ നമുക്കിനി ചേർക്കേണ്ടത് തക്കാളിയും അതുപോലെ തന്നെ ഇനി നമുക്കിതിൽ കുറച്ച് പൊടികൾ കൂടി ചേർത്ത ശേഷം തക്കാളി എന്തും കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചിലവരിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല, പക്ഷെ മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് നോക്കൂട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളകും തക്കാളിയും കൂടി നമ്മൾ അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സി കഴുകിയ വെള്ളം കൂടിയിട്ടാണ് അതിൽ ചേർത്ത് കേട്ടോ. ഞാനത് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ട്. പച്ചക്കുരുമുളകാകുമ്പോൾ കുറച്ചുകൂടി നല്ല കളർ കിട്ടും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. തക്കാളിയുടെ പച്ചമണം പോണം. കുരുമുളകിൻ്റെ അത് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവും മാത്രമാണ് ഇതിൽ വരുന്നത് കേട്ടോ. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ആ മിക്സി കഴിയ വെള്ളമെല്ലാം കൂടി ചേർത്തിട്ട് അതെല്ലാം അങ്ങ് വറ്റി വന്നിട്ടുണ്ട്. കുടംപുളി ഇട്ട് വെച്ച വെള്ളവും ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വെള്ളം ചേർക്കുന്നുള്ളൂ. ഞാൻ മീൻ ഇടുമ്പോൾ ഞാൻ മീൻ കാണിച്ചു തരാം. നന്നായിട്ടൊന്ന് വെട്ടിത്തിളക്കട്ടെ. ഇത്രയും വെള്ളം മതി. അപ്പോൾ അതേ തിളച്ച് വന്നിട്ടുണ്ട്. അതേ നമ്മുടെ ചാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഇതിൽ ഇടുന്നില്ല, പക്ഷെ നോക്കിക്കേ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ
അപ്പോൾ ഇത് നോക്കിക്കേ, ഇനി നമ്മൾ അധികമായിട്ട് ഇളക്കണ്ട. ഇത് പക്ഷേ കുഞ്ഞു ചാളായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടുമൊന്നുമില്ല. എന്നാലും അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. ഞാൻ ഉപ്പിടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിനെ തിളച്ചിട്ടുണ്ട്. ഞാനിനി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മൂടി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അൽസം അടി പിടിക്കുക. കാരണം ഇതിന് ഈ ഒരു നമ്മളുടെ ഈ മൺചട്ടി എന്ന് പറയുമ്പോൾ ചൂട് കുറേ നിൽക്കുകയും ചെയ്യും. കണ്ടോ, ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്നും നമ്മളിത് വെന്തിട്ടൊന്നുമില്ല, ഇപ്പോൾ ജസ്റ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ. ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1/2 കിലോയിൽ അതിൻ്റെ അടുത്ത് ഉള്ള മീൻ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കുകയാണ്. ഒന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകിയ മീൻകറിയാണ്. കണ്ടോ, ഇന്ന് ഇളക്കി കാണിച്ചു തരാം. നമ്മൾ തവിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അത് കുഴഞ്ഞു പോകും. കണ്ടോ, ആ ഗ്രേവി എല്ലാം നമ്മൾ ആ തക്കാളി ഇട്ടത് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അതങ്ങ് സെറ്റായി. കണ്ടോ, അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കട്ടെ. ഇത് ശരിക്കും പറഞ്ഞാൽ കപ്പയ്ക്കും സൂപ്പറാണ്, ചോറിനും സൂപ്പറായിരിക്കും. ചാള എപ്പോഴും നമ്മൾ കപ്പയ്ക്ക് എടുക്കുമല്ലോ, ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് എടുത്തൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, നല്ല കുറുകിയ മീൻകറിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.